സോ ഒരു എക്സ്ട്രാ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണോ എന്നുള്ള നിങ്ങളുടെ ഡൗട്ടിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ്. അത് അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ളതാണ്. അപ്പൊ എക്സ്ട്രാ യാതൊരു വിധത്തിലുള്ള ഓർണമെന്റ്സ്, അതായത് മെറ്റാലിക് ഐറ്റംസ് നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്. സോ നീറ്റ് എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ബാർഡ് ആയിട്ടുള്ള ഐറ്റംസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, ഈ ഒരു കാര്യം വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരാണ് മക്കളെ. സോ എക്സാം ഹാളിലേക്ക് ഒരിക്കലും കയറ്റാൻ പാടില്ലാത്ത, നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒന്ന് പ്രിന്റഡ് ആയിട്ടുള്ളതോ റിട്ടേൺ ആയിട്ടുള്ളതോ യാതൊരു മെറ്റീരിയൽസും നിങ്ങൾ അവിടെ കൊണ്ടുപോകാനായിട്ട് പാടില്ല. റഫ് വർക്ക് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അറിയാം, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പ്രോബ്ലംസും ന്യൂമറിക്കൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ റഫ് വർക്ക് ചെയ്യണം. അതിനുള്ള ബുക്ക്ലെറ്റിൽ തന്നെ അതിനുള്ള സ്പേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ പ്രിന്റഡ് മെറ്റീരിയൽസോ റിട്ടേൺ മെറ്റീരിയൽസോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. പേപ്പർ ബിറ്റ്സ് യാതൊന്നും തന്നെ എടുക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള മാൾ പ്രാക്ടീസും അതിനുള്ളിൽ കാണിക്കരുത് മക്കളെ. നിങ്ങളെ ഡീബാർ ചെയ്യും. അല്ലെ തന്നെ നിങ്ങൾക്ക് അറിയാം, അങ്ങനെയൊന്നും നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് ഇങ്ങനെ വിറ്റെടുക്കാൻ പറ്റുന്ന സാധനമൊന്നുമില്ല. സോ ഒരു വിധത്തിലുള്ള മാൾ പ്രാക്ടീസും നിങ്ങൾ അതിനിടയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക പോലും ചെയ്യരുത്. ജോമെട്രി ബോക്സോ പെൻസിൽ ബോക്സോ പ്ലാസ്റ്റിക് പൗച്ച് ഇതൊന്നും നിങ്ങൾക്ക് കയറ്റാൻ പാടില്ല. കാൽക്കുലേറ്റർ ചില കുട്ടികൾക്ക് ഡൗട്ട് ആയിരിക്കും, കാരണം ബോർഡ് എക്സാമിന് സ്റ്റേറ്റ് ബോർഡുകാർക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാം, പക്ഷെ നീറ്റ് എക്സാം ഹോളിലേക്ക് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാൽക്കുലേറ്റർ എടുക്കരുത്. പെന്ന്, സ്കെയില്, റൈറ്റിംഗ് പാഡ്, പെൻ ഡ്രൈവ്, ഇറൈസർ, ലോഗരിതം ടേബിൾ എടുക്കാൻ പാടില്ല. ഇലക്ട്രോണിക് പെന്നോ സ്കാനറോ ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസോ കാര്യങ്ങളോ ഒന്നും ഉള്ളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. യെസ്. ഇനി മൊബൈൽ ഫോൺ പോലത്തെ അല്ലെങ്കിൽ ബ്ലൂടൂത്ത്, ഇയർഫോൺ, മൈക്രോഫോൺ, ഹെൽത്ത് ബാൻഡ് തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ യാതൊന്നും എക്സാം ഹാളിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ സൂക്ഷിക്കാനാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പാരന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അവര് ഇതിൽ പറയുന്നത്, ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് അതിനായിട്ടുള്ള പ്രോപ്പർ പ്ലേസ് ഒന്നുമില്ല, അതിന് ഗ്യാരണ്ടിയും കാര്യങ്ങളും ഒന്നും തരാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ തന്നെ റിസ്ക് ആണ്. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ മക്കള് പാരന്റ്സിന്റെ കൂടിയായിരിക്കും പോവുക. അവരെ കറക്റ്റായിട്ട് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് കയറുക. ആൻഡ് വാലറ്റോ ഹാൻഡ് ബാഗ്സോ ബെൽറ്റോ ക്യാപ്പോ യാതൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പ്രോസ്പെക്ടസിൽ പറയുന്നത്. വാച്ച്, റിസ്റ്റ് വാച്ച്, ബ്രേസ്ലെറ്റ്, ക്യാമറ ഇങ്ങനത്തെ യാതൊരു കാര്യങ്ങളും നിങ്ങൾ ബിയർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഗോൾഡ് ഓർണമെന്റ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഊരി വെച്ചിട്ടങ്ങ് പോവാ. അതൊക്കെ വീട്ടിൽ തന്നെ ഊരി വെച്ചിട്ട് പോവാ. അതിന് പാരന്റിന്റെ കയ്യിൽ അവിടെ ചെന്നിട്ട് കൊടുക്കാനൊന്നും നിൽക്കണ്ട. അതൊക്കെ സൂക്ഷിക്കുന്നൊക്കെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഓർണമെന്റ്സോ കാര്യങ്ങളോ നിങ്ങൾ യൂസ് ചെയ്യണ്ട, കൊണ്ടുപോകണ്ട അങ്ങോട്ടേക്ക്. മെറ്റാലിക് ഐറ്റംസോ ഓർണമെന്റ്സോ ഒന്നും കയറ്റില്ല. അപ്പൊ കയ്യിൽ എന്തെങ്കിലും ബാംഗിൾസ് ഉണ്ട്, വാച്ച് ഇപ്പൊ തന്നെ റിമൂവ് ചെയ്ത് വെച്ചേക്കാം, വാച്ച് അലൗഡ് അല്ല. അതേപോലെ ബാംഗിൾസോ കാര്യങ്ങളോ എന്തെങ്കിലും മാലയോ കമ്മലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സോ മെറ്റാലിക് ആയിട്ടുള്ള യാതൊന്നും ഉള്ളിലേക്ക് കയറ്റത്തില്ല. അപ്പൊ അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ തന്നെ ബ്രേസ്ലെറ്റോ കാര്യങ്ങളോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഊരി വെച്ചേക്കുക. റിങ്ങോ കാര്യങ്ങളോ എല്ലാം ഊരി വെച്ചേക്കുക മക്കളെ. വീട്ടിൽ തന്നെ വെച്ചേക്കുക. കാരണം അവിടെ ചെന്നിട്ട് അത് ഊരാനും അത് പാരന്റ്സിന് സൂക്ഷിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ വീട്ടിൽ തന്നെ വെച്ചിട്ട് തന്നെ പോവുക. യെസ്. ഫുഡ് ഐറ്റംസ്, യാതൊരുവിധ ഫുഡ് ഐറ്റംസും നിങ്ങൾക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. പാക്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒന്നും കയറ്റാൻ പാടില്ല. ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് വേണം എക്സാം ഹോളിലേക്ക് നിങ്ങൾ കയറാൻ. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിൽ എടുക്കാം എന്നുള്ളത് ഹോൾ ടിക്കറ്റിൽ പറയുന്നുണ്ട്. ഇതിൽ വാട്ടർ ബോട്ടിൽ അലൗഡ് അല്ല എന്ന് ഈ ഒരു പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. പക്ഷെ ഹോൾ ടിക്കറ്റിൽ പറയുന്നുണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അതായത് പേപ്പർ ഒന്നും ഒട്ടിക്കാത്ത ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിൽ കയറ്റാം എന്നുള്ളതാണ് ഹോൾ ടിക്കറ്റിൽ പറയുന്നത്. യെസ്. ദെൻ അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് അവര് പ്രത്യേകം പറയുന്നുണ്ട്. മൈക്രോ ചിപ്പോ ക്യാമറയോ ബ്ലൂടൂത്ത് ഡിവൈസുകളോ ഒന്നും അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ബാൻഡ് ആണ്. എനിക്കൊന്ന് കീം എക്സാമിനേക്കാളും ആ ഒരു എക്സാമിന് പോയതിലും കൂടുതലായിട്ട് നിങ്ങൾ ഇത് നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പൊ ഫ്രിസ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാത്തിനും ഈ ഒരു പരിശോധനയ്ക്കൊക്കെ ശേഷമായിരിക്കും നിങ്ങൾ എക്സാം ഹോളിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പൊ മെറ്റാലിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കയ്യിൽ കരുതാനായിട്ട് പാടില്ല. അങ്ങനത്തെ എന്തെങ്കിലും, ചില കുട്ടികളുടെ കയ്യിൽ വളയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഊരി വെച്ചിട്ട് മാത്രം പോവുക. ഓർണമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇതിനുള്ളിൽ അലൗഡ് അല്ല. ഓക്കെ. അതേപോലെ അവർ പ്രത്യേകം പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും സൂക്ഷിക്കാനുള്ള സ്പേസ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെക്കാം. ഈ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു പ്ലേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ പ്രോസ്പെക്ടസിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ വെക്കുക. ഇനി മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെയാണ് പാരന്റ്സിനെ ഏൽപ്പിക്കുക. പാരന്റ്സിന്റെ കൂടെ തന്നെ മക്കൾ പോവുക. റെഡി? യെസ്.
ആൻഡ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ആദ്യം നമുക്ക് നോക്കാം അഡ്മിറ്റ് കാർഡിൽ നമുക്കറിയാം അവിടെ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ ഫോട്ടോഗ്രാഫ് വേണം. ആൻഡ് അഡ്മിറ്റ് കാർഡിൽ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ വേണം. സെക്കൻഡ് പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം. അപ്പൊ ചില കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ കയ്യിൽ കരുതണോ? എക്സ്ട്രാ ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആണ് കയ്യിൽ എക്സ്ട്രാ ആയിട്ട് കരുതേണ്ടത്. അതായത് അഡ്മിറ്റ് കാർഡിൽ ഓൾറെഡി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഫിക്സ് ചെയ്യും. അത് കൂടാതെ അവിടെ ചെന്നിട്ട് എക്സാം ഹോളിൽ ചെന്നിട്ട് അതിലൊട്ടിക്കാൻ, അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ എക്സ്ട്രാ ആയിട്ട് കയ്യിൽ ഒരു ഫോട്ടോഗ്രാഫ് വേണം. അപ്പൊ എക്സ്ട്രാ ഫോട്ടോഗ്രാഫ് ഇല്ലാതെ ആരും എക്സാം ഹോളിലേക്ക് പോകരുത്. റെഡി? ആൻഡ് ഐഡന്റിറ്റി പ്രൂഫ് വേണം കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് എടുക്കുക. അതല്ലാണ്ട് നിങ്ങൾ എന്താണോ പാസ്പോർട്ടാണോ നിങ്ങൾ എന്താണോ ഇതിൽ വെച്ചിരിക്കുന്ന ആ ഒരു ID കാർഡും കൂടി കയ്യിൽ കരുതുക. ആധാർ കാർഡ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. യെസ്. ദെൻ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫിനെ പറ്റി പറയുന്നുണ്ട്. ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് പേടിക്കേണ്ട, എക്സ്ട്രാ കയ്യിൽ എടുക്കാനല്ല അവർ പറഞ്ഞിരിക്കുന്നത്, അഡ്മിറ്റ് കാർഡിലാണ് അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ട്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എക്സ്ട്രാ കയ്യിൽ കരുതണോ? ഓക്കെ, അതിനുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ. അത് അഡ്മിറ്റ് കാർഡിൽ സെക്കൻഡ് പേജിൽ ഒട്ടിക്കാനുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫിക്സ് ചെയ്തിട്ട് അതും കൊണ്ട് പോകണം എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് വേണം, ദെൻ ഒരു എക്സ്ട്രാ ആയിട്ടൊരു ഫോട്ടോഗ്രാഫ് വേണം, അഡ്മിറ്റ് കാർഡ് വേണം. റെഡി അല്ലേ? ഈ അഡ്മിറ്റ് കാർഡിൽ ഒരു ഫോട്ടോ ഒട്ടിച്ചിരിക്കണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിരിക്കണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കണം. ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ കാണണം. അങ്ങനെ മൊത്തത്തിൽ വേണ്ടത് 3 ഫോട്ടോഗ്രാഫ്. ഒന്ന് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എവിടെ അഡ്മിറ്റ് കാർഡിൽ ഫിക്സ് ചെയ്തിരിക്കണം, ഒന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഡ്മിറ്റ് കാർഡിൽ ഫിക്സ് ചെയ്തിരിക്കണം, ഒരെണ്ണം എക്സ്ട്രാ കയ്യിൽ കരുതിയിരിക്കണം. വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് എന്താണ്, ആധാർ കാർഡും കയ്യിൽ ഉറപ്പായിട്ടും കരുതണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകേണ്ടത്. ദെൻ ഇവിടെ അവർ പറയുന്നുണ്ട് അഡ്മിറ്റ് കാർഡിൽ, ഇത് പ്രോസ്പെക്ടസിൽ പറയുന്നതാണ്. ഇനി അഡ്മിറ്റ് കാർഡിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവാം, അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ അഡീഷണൽ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് വേണം. അഡ്മിറ്റ് കാർഡിൽ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അവിടെ നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. യെസ്, അതിൽ ആ ഒരു പേജിന് ശേഷം പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ട്, അത് ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. ദെൻ എന്തൊക്കെയാണ് റൂൾസ് കാര്യങ്ങൾ എന്നുള്ളത് അറിയണം. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സ്ക്രൈബ് എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിന് വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ ആ ഒരു കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെയുള്ളവർ ആ ഒരു ഡോക്യുമെന്റ്സും കയ്യിൽ കരുതണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടും കൂടെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് എക്സ്ട്രാ നമ്മളൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഡ്രസ് കോഡ് ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. Bye bye.